നമസ്കാരം. കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ നാട്ടിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളൊക്കെ ഭയപ്പെടുത്തുന്നതാണ്. വളരെ വിചിത്രമായ, പേടിപ്പിക്കുന്ന വാർത്തകളാണ്. കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ ഇതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴിതാ ഈ കൊടും വേനലിൽ മനുഷ്യർ സൂര്യതാപമേറ്റ് മരിക്കുന്നു. അതിനൊപ്പമാണ് വീട്ടിൽ കിടന്നുറങ്ങുന്ന കുട്ടികൾ പോലും സർപ്പദംശനമേറ്റ് മരിക്കുന്ന വാർത്തകൾ കേൾക്കുന്നത്. തൃശ്ശൂരിലെ വെടിക്കെട്ട് അപകടത്തിൻ്റെ ഭീകരത ഇന്നും നമ്മുടെ മനസ്സിൽ നിന്നും മാറിയിട്ടില്ല. വാൽപ്പാറയിൽ പൊലിഞ്ഞുപോയ ആ അധ്യാപകരെയും നമുക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ അനേകം ദുരന്ത വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ പത്രത്തിൽ മാത്രം വന്ന 4-5 വാർത്തകൾ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഒരു ദിവസം മാത്രം നമ്മുടെ രാജ്യത്ത് സംഭവിച്ച ഈ ഞെട്ടിക്കുന്ന വാർത്തകളിലൂടെ കടന്നു പോവാതെ നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? ആദ്യത്തെ വാർത്ത യുപിയിലെ ബുലന്ദ് ഷഹറിൽ നിന്ന് കേൾക്കുന്നതാണ്. ഈ വാർത്ത നമ്മളുമായി വളരെ അടുപ്പമുള്ളത് കൊണ്ടാണ് ആദ്യം തന്നെ അത് പറയുന്നത്. അവിടെ ജിത്തു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ജന്മദിനാഘോഷം നടത്തുന്നു. ഈ ജന്മദിനാഘോഷത്തിൽ ക്ഷണിക്കപ്പെട്ട അദ്ദേഹത്തിന് 3 സുഹൃത്തുക്കൾ, അമർദീപ്, മനീഷ്, ആകാശ്. ഈ 3 പേരും നമ്മളിവിടെ കാണിക്കുന്നത് പോലെ തന്നെ ജന്മദിന കേക്ക് മുറിച്ചതിന് ശേഷം കേക്കെടുത്ത് ജിത്തുവിൻ്റെ മുഖത്ത് തേക്കുന്നു. മുഖത്ത് കേക്ക് തേച്ചത് ജിത്തുവിന് ഇഷ്ടപ്പെട്ടില്ല. ജിത്തു തൻ്റെ പോക്കറ്റിൽ നിന്നും തോക്കെടുത്ത് ഈ 3 സുഹൃത്തുക്കളെയും വെടിവെച്ച് കൊല്ലുന്നു. വളരെ നിസ്സാരമായി കാണേണ്ട വാർത്തയല്ല ഇത്. പല ജന്മദിനാഘോഷങ്ങളിലും പോകുമ്പോൾ ഈ പേക്കൂത്ത് എൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. ഞാൻ അപ്പോഴൊക്കെ മനസ്സുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്, എന്തൊരു മര്യാദകേടാണിത് കാണിക്കുന്നത്? മനുഷ്യൻ്റെ മുഖത്ത് ഭക്ഷണ വസ്തുക്കൾ പറ്റിയാൽ അവർക്കുണ്ടാവുന്ന അസ്വസ്ഥത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്തുകൊണ്ടാണ് ഒരു ജന്മദിനാഘോഷത്തിൻ്റെ പേരിൽ കേക്ക് മുറിക്കുമ്പോൾ ആ കേക്ക് എടുത്ത് ജന്മദിനം ആഘോഷിക്കുന്ന ആളുടെ മുഖത്ത് തേച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഈ ആഘോഷം കൊണ്ടുണ്ടാവുന്ന സന്തോഷം എന്താണ്? ഇതുപോലെ തന്നെയാണ് വിവാഹ ദിവസം വരനോട് കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ. വിവാഹ ചടങ്ങെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ജനാലയിലൂടെ വലിയ ഹോസ് പൈപ്പിലൂടെ വെള്ളമടിച്ചു കൊടുക്കുന്നവർ വരെയുണ്ട്. എന്തെല്ലാം വൃത്തികേടുകളാണ് വിവാഹ ദിനത്തിൽ കൂട്ടുകാർ ഒപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു അംഗീകരിക്കപ്പെട്ട രൂപമാണ് കേക്ക് മുഖത്ത് തേക്കുക എന്നത്. ഇപ്പോഴിതാ കേക്ക് മുഖത്ത് തേച്ചതിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരൻ 3 കൂട്ടുകാരെ വെടിവെച്ച് കൊന്നിരിക്കുന്നു. 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, തൻ്റെ ജന്മദിനാഘോഷത്തിൻ്റെ പേരിൽ ആ ചെറുപ്പക്കാരൻ ഇനി ജയിലിലാവുകയും ഒരുപക്ഷെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്യാം. ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഇനിയെങ്കിലും അരുതേ എന്ന സന്ദേശമാണ് യുപിയിൽ നിന്നുള്ള ഈ വാർത്ത നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമത്തെ വാർത്തയിൽ വലിയ പുതുമയൊന്നുമില്ല, നമ്മൾ ഇടയ്ക്കിടെ കേൾക്കുന്നതാണ്. എന്നിട്ടും ഇത്തരം വാർത്തകൾ സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്നാലോചിക്കാനാണ് ഈ വാർത്ത പറയുന്നത്. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലെ ലിംഗാപുരം എന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ശില്പ എന്ന യുവതിയും ഈശ്വർ റെഡ്ഡി എന്ന ഭർത്താവും തമ്മിൽ പല കാരണങ്ങളാൽ സ്വരച്ചേർച്ച ഉണ്ടായിരുന്നില്ല. ഇവർ തമ്മിൽ നിരന്തരം വഴക്കുണ്ടായിരുന്നു. ശില്പയ്ക്ക് നാഗസുധ എന്ന ഒരു കാമുകനെ കിട്ടുന്നു. ഒടുവിൽ ഈ കാമുകനെ സ്വന്തമാക്കാൻ വേണ്ടി ശില്പയും നാഗസുധയും ചേർന്ന് ഭർത്താവ് ഈശ്വർ റെഡ്ഡിയെ കൊല്ലാൻ തീരുമാനിക്കുന്നു. 10 ലക്ഷം രൂപ കൊട്ടേഷൻ തുക കൊടുക്കാൻ ശില്പ തൻ്റെ 14 പവൻ സ്വർണമാണ് വിറ്റത്. കൊട്ടേഷൻ ചീറ്റിപ്പോകുന്നു. പ്രതികൾ പിടിയിലാവുന്നു. ശില്പയും കാമുകനുമാണ് കൊട്ടേഷൻ ഏൽപ്പിച്ചത് എന്ന് പ്രതികൾ പോലീസിനോട് പറയുന്നു. ശില്പയും കാമുകനും അറസ്റ്റിലാവുന്നു. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഇഷ്ടമില്ലാത്ത ഭർത്താവിനെ ഒഴിവാക്കാൻ വിവാഹമോചനം എന്ന നിയമപരമായ വഴി മുമ്പിലുള്ളപ്പോൾ എന്തിനാണ് കൊല്ലാൻ ശ്രമിച്ചത്? ഏതുതരം മാനസികാവസ്ഥയുടെ പ്രകടനമാണത്? നമുക്ക് വിവാഹ ജീവിതത്തിൽ ഒരുമിച്ച് പോകാൻ കഴിയുന്നില്ലെങ്കിൽ, പരമാവധി ഒരുമിച്ച് പോകാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ വിവാഹമോചനത്തിനുള്ള സാധ്യതയുണ്ട്. വിവാഹമോചനം നീണ്ടുപോയാലും ഒരുമിച്ച് പോകാൻ കഴിയില്ലെങ്കിൽ മാറി താമസിക്കാനും വേറൊരാളോടൊപ്പം ജീവിക്കാനുമുള്ള അവകാശമുണ്ട്. ഭാര്യ ഭർത്താവിനൊപ്പവും ഭർത്താവ് ഭാര്യയ്ക്കൊപ്പവും ജീവിക്കുമ്പോൾ മറ്റൊരു ബന്ധത്തിന് പോകുന്നതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഭർത്താവിനെ വേണ്ടെന്ന് വയ്ക്കാൻ ശില്പ തീരുമാനിച്ചാൽ ശില്പയ്ക്ക് വിവാഹമോചനം നടന്നില്ലെങ്കിൽ പോലും തൻ്റെ കാമുകനൊപ്പം ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതാരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. എന്തിനാണ് കൊന്നുകളയണം എന്ന് വാശി കാണിച്ചത്? ശത്രുവിൻ്റെ ആണെങ്കിൽ പോലും ഒരാളുടെ ജീവൻ ഇങ്ങനെ നിസ്സാരമായി എടുക്കാൻ എങ്ങനെയാണ് നമുക്കൊക്കെ തോന്നുന്നത്? ഇനി നമുക്ക് കൊച്ചു കേരളത്തിലെ 2 സംഭവങ്ങൾ കൂടി പരിശോധിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലെ ചെങ്കലിലെ അൽമ എന്നു പേരുള്ള 33 വയസ്സുള്ള ഒരു യുവതിയെ വിഷ്ണുനാഥ് എന്നു പേരുള്ള 36 വയസ്സുള്ള ഭർത്താവ് കൊന്നു എന്ന വാർത്തയാണ് ആദ്യത്തേത്. 9 വർഷമായി ഇവർ തമ്മിൽ വിവാഹിതരായിട്ട് പ്രണയവിവാഹമായിരുന്നു. ഇത്ര കാലമായിട്ടും കുഞ്ഞുണ്ടാവാത്തതാണത്രേ ഇവർ തമ്മിലുള്ള ഭിന്നതയുടെ കാരണം. ഇതേക്കുറിച്ച് പലപ്പോഴും അഭിപ്രായ വ്യത്യാസമുണ്ടാകുമായിരുന്നു.
ഒടുവിൽ കഴിഞ്ഞ ദിവസം പ്രകോപിതനായ വിഷ്ണുനാഥ് അൽമയെ കൊല്ലുകയായിരുന്നു. ഈ വിഷ്ണുനാഥ് വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. PSC കോച്ചിങ് സെന്ററിൽ പഠിപ്പിക്കുന്നു. വിഷ്ണുനാഥിൻ്റെ സഹോദരൻ അഭിഭാഷകനാണ്. സാമാന്യം തരക്കേടില്ലാത്ത കുടുംബ സാഹചര്യമുണ്ട്. കേവലം കുഞ്ഞില്ലാത്തതുകൊണ്ട് മാത്രം കൊന്നു എന്ന തിയറി വിശ്വസനീയമാണോ എന്ന് വ്യക്തമല്ല. എങ്കിൽ പോലും ഒരുമിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ ഉപേക്ഷിക്കാൻ വഴിയുണ്ടായിരിക്കവേ എന്തിനാണ് കൊന്നു തള്ളി ഒരാളുടെ ജീവിതം ഇല്ലാതാക്കി മറ്റൊരാൾ ജയിലിൽ പോകുന്നത് എന്നത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. നമുക്കിഷ്ടമില്ലെങ്കിൽ വേണ്ടത് വയ്ക്കാനുള്ള ചോയ്സ് ഉണ്ടല്ലോ. എന്തിനാണ് നമ്മൾ ജീവനെടുക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്? നാലാമത്തെ സംഭവം കഴിഞ്ഞ 2-3 ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. കണ്ണൂർ ജില്ലയിലെ കേളകത്തെ ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ അമ്മ ഗീതാമ്മയെ കഴുത്തറുത്തു കൊന്നു. ഗീതാമ്മ മഹിളാ മോർച്ചയുടെ നേതാവായതുകൊണ്ട് അതേക്കുറിച്ച് ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഗീതാമ്മയെ കൊന്ന ക്രിസ്റ്റി പിതാവ് തങ്കച്ചനെ കൂടി കൊല്ലാൻ കത്തിയുമായി ഓടിപ്പോയി. ഒടുവിൽ അത് പരാജയപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്നാണ് റിപ്പോർട്ടുകൾ. ഈ മാതാപിതാക്കളാണ് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് പറഞ്ഞാണ് ക്രിസ്റ്റി അമ്മയെ കഴുത്തറുത്ത് കൊന്നതും അച്ഛനെ കൊല്ലാൻ വേണ്ടി തേടി നടന്നതും. പോലീസ് പറയുന്ന ക്രിസ്റ്റി ലഹരിക്കടിമയായിരുന്നു എന്നാണ്. മിക്ക ദിവസവും വീട്ടിലുണ്ടാവാറില്ല. ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ കഴിയാതെ വന്നപ്പോൾ അച്ഛനെയും അമ്മയെയും കുറ്റപ്പെടുത്തി അവരെ കൊന്നുകളയാൻ തീരുമാനിക്കുന്നു. നമ്മുടെ നാട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് എങ്ങനെ മാറി എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ക്രിസ്റ്റിയുടെ ഈ ക്രൂരമായ കൊലപാതകം. ലഹരിക്കടിമയാവുന്നവർ എന്തൊക്കെ ചെയ്യുമെന്ന് അവർക്ക് പോലും അറിയില്ല. അത്രയധികം ലഹരി നമ്മുടെ തലമുറയെ ബാധിച്ചിരിക്കുന്നു. ആൺ പെൺ വ്യത്യാസമില്ലാതെ ലഹരിക്ക് അടിമപ്പെട്ടു പോയൊരു നാടാണ് നമ്മുടേത്. അത്തരമൊരു അപകടാവസ്ഥയുടെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാഴ്ചയാണ് തനിക്ക് ജന്മം നൽകി എന്ന ഒറ്റക്കുറ്റത്തിന് അമ്മയെ കഴുത്തറുത്തു കൊല്ലാൻ ഒരു മകന് തയ്യാറാവുന്നത്. എങ്ങനെയാണ് അങ്ങനെ കഴിയുന്നത്? ഏതവസ്ഥയിലാണെങ്കിലും തനിക്ക് ജന്മം നൽകി എന്ന ഒറ്റ കാരണത്താൽ ആ പെറ്റമ്മയോട് കൂറു പുലർത്തേണ്ട മകൻ ആ കാരണം പറഞ്ഞ് അമ്മയെ കൊല്ലുന്നു എന്നത് തലതിരിഞ്ഞുപോയ നമ്മുടെ നാടിൻ്റെ ദുരവസ്ഥയുടെ ഭയപ്പെടുത്തുന്ന നേർക്കാഴ്ചയാണ്.